നെക്കും മക്കൾക്കും സുഖാണ്, ഇക്കാക്കും ഉമ്മാക്കും സുഖാണ്. എൻ്റെ പഴയ ഇക്കമാർക്കും പിന്നെ പുതിയ ഇനി വരാനുള്ള ഇക്കമാർക്കും ഒക്കെ സുഖമാണ്. പിന്നെ എൻ്റെ ഇക്കാൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ തേഞ്ഞു പോയി മക്കളെ. നിങ്ങളിതൊന്നും കാണുന്നില്ല. ഞങ്ങൾ എന്തെല്ലാം കഷ്ടപ്പെട്ട് നിങ്ങളടുത്ത് പറയണുണ്ട്. പിന്നെ ഞാനൊരു പഴയ വീട്ടിലാണ് ഇപ്പം താമസിക്കണത്. ആ വീട് നിങ്ങൾ കാണണില്ലേ? എൻ്റെ വീടിൻ്റെ അടുക്കളയും എൻ്റെ വീടും എൻ്റെ വീട്ടിൻ്റെ കക്കൂസും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിച്ചതല്ലേ. ഞാൻ ഇത്രയും പഴയ വീട്ടിൽ കിടന്നിട്ട് അതിൻ്റെ ബാത്റൂമിന് മേൽക്കൂര പോലും ഇല്ല. നിങ്ങൾക്കൊന്ന് സഹായിക്കാൻ പറ്റുമോടെ? ഈ വീട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ശ്രമമൊക്കെ നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ചാരിറ്റിയൊക്കെ നടത്തി ഇല്ലാത്ത ജപ്തിയുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പറ്റിച്ചെല്ലാരെയൊന്നും പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വന്ന് ആ തിരുവനന്തപുരം രായമ്മ, ഒരു പണിയും ഇല്ല, നിനക്ക് എന്തൊരു വെണ്ണേ, നിനക്ക് എന്തിൻ്റെ ആവശ്യം? ഇനിയിപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ പറയണതാണ് സത്യം. എൻ്റെ ഈ വീട്ടിന് ജപ്തി ഉണ്ടടേ, ജപ്തി. ഇനിയിപ്പോൾ ജപ്തിയൊക്കെ നമ്മൾ എന്നെ നോക്കിക്കോളാം. പിന്നെ നമ്മളൊരു ബസ്സൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ആ ബസ്സിൻ്റെ വരുമാനമൊക്കെ കൊണ്ട് നമ്മൾ ജീവിക്കണുണ്ട്. പക്ഷെ നാട്ടുകാരെ നിന്ന് പറ്റിച്ചുണ്ടാക്കിയ പൈസയൊക്കെ തീർന്നടേ. ഡെയിലി ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിച്ച് തിന്നിട്ടേ ആ പൈസയൊക്കെ തീർന്നു. വല്ലോരും തന്ന് സഹായിക്കണേ. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മക്കളെ പോറ്റണത്, എൻ്റെ കാമുകന്മാരെയും പിന്നെ ഇപ്പോൾ ഒരു പുതിയ ഇക്കേനെയും. ഇക്കയ്ക്കും വിയർപ്പിൻ്റെ അസുഖമുണ്ട്, ജോലി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. എൻ്റെ കൂടെ ജോലി എടുക്കാതെ ജീവിക്കാന്ന് പറഞ്ഞാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോഴേക്കാണ്ട കൊടുത്തേക്കണ സ്ട്രൈക്ക്. എന്തോ ഒരു സാധനമാണ് ആ സാധനം. ഈ ബിൻ ഫാമിലിനെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. എൻ്റെ ആത്മഹത്യക്ക് അവളൊറ്റ ഒരുത്തിയാണ് കാരണം, അവളൊറ്റ ഒരുത്തി.